ഇറാന്റെ 9 ആണവ ബോംബുകളുടെ മോഡ്യൂളുകൾ തകർത്ത ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ആണവ ബോംബുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന 2 ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു. ഇറാന്റെ ആണവശാലയിൽ 9 ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് 120-ലേറെ പേരായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഇതിൽ ഇറാന്റെ ആണവായുധ ശാസ്ത്രജ്ഞന്മാരായ ഫെറദുൺ അബ്ബാസിയും മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി എന്നിവരും ഉണ്ടായിരുന്നു. ഈ 2 ശാസ്ത്രജ്ഞന്മാരും തക്ഷണം ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇതോടെ ഇറാന്റെ 9 ആണവായുധം മാത്രമല്ല, അതിനാവശ്യമായി ഒരുക്കിയിരുന്ന സമ്പുഷ്ട യുറേനിയത്തിന്റെ വൻ ശേഖരമെല്ലാം നശിപ്പിച്ചു. ആണവ ലാബിൽ ജോലി ചെയ്ത എല്ലാവരും തന്നെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ. എന്തായാലും ആണവ ശാസ്ത്രജ്ഞരായ ഫെറദുൺ അബ്ബാസി, ദവാനി, മുഹമ്മദ് മെഹ്ദി ടെഹ്റാൻജി എന്നിവരുടെ കൊല്ലപ്പെടൽ ഇറാന് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. 4 കൊല്ലം മുൻപായിരുന്നു ഇറാന്റെ ആണവായുധ തലവനായിരുന്ന ശാസ്ത്രജ്ഞനെ ഇറാനിൽ കയറി മൊസാദ് ഏജന്റുമാർ തീർത്തത്. ഇപ്പോൾ മറ്റ് 2 ശാസ്ത്രജ്ഞന്മാരും വധിക്കപ്പെട്ടു. ഇപ്പോൾ കൊല്ലപ്പെട്ട ശാസ്ത്രജ്ഞർക്ക് ആണവ ബോംബ് ഉണ്ടാക്കുന്ന പരിശീലനം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഏജൻസികളാണ് നൽകിയത്. എന്തായാലും ഇറാന്റെ ആണവ പദ്ധതിയുടെയും ആണവ ബോംബ് നിർമ്മാണത്തിന്റെയും നട്ടെല്ലാണ് ഇസ്രായേൽ തകർത്തത്. ഇനി ഇറാൻ ആണവ ബോംബ് ഉണ്ടാക്കാൻ യുറേനിയവും ആണവ ശാസ്ത്രജ്ഞന്മാരുമില്ല. മാത്രമല്ല 7 വർഷത്തെ ഇറാന്റെ ഒരുക്കങ്ങളായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് ഇസ്രായേൽ തകർത്തത്. ഒന്നാലോചിക്കുക, 200 യുദ്ധവിമാനങ്ങൾ ഒരേ സമയം ടെഹ്റാന് മുകളിൽ ബോംബ് മഴ പെയ്യിക്കുന്നു. ഇതുപോലെ ഒരു ആക്രമണം ലോക ചരിത്രത്തിൽ പോലുമില്ല. ഇറാനാകട്ടെ ഇസ്രായേലിന്റെ ഒരു വിമാനത്തിന്റെ നിഴൽ പോലും കാണാനോ അവരെ തിരുത്താനോ ആയില്ല. ഇറാനാകട്ടെ തങ്ങൾക്ക് മീതെ വീഴുന്ന ബോംബുകൾ കണ്ട് കരയാനല്ലാതെ ഒന്നും ചെയ്യാനായില്ല. മാത്രമല്ല ഇപ്പോൾ ഇറാനിൽ നിന്നും അയച്ച 100-ലധികം ബോംബ് വഹിച്ച ഡ്രോണുകളെ ഇസ്രായേൽ ഇറാഖിന്റെ ആകാശത്ത് വെച്ച് തകർത്തു. ഇറാനിൽ നിന്നും അയക്കുന്ന ഡ്രോണുകൾ മണിക്കൂറുകൾ എടുത്താണ് ഇറാഖിൽ എത്തുന്നത്. അവിടെ നിന്നും വീണ്ടും 45 മിനിറ്റ് എടുക്കും ഇസ്രായേൽ ആകാശത്തെത്താൻ. ഇറാൻ ഡ്രോണുകൾ തൊടുത്തുവിടുമ്പോഴേ ആകാശത്ത് വെച്ച് വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ സൈന്യം പോസ്റ്റ് ചെയ്ത് കളിച്ച് രസിച്ചാണ് പിന്നീട് അതിനെ തകർക്കുന്നത്. അത്ര നിസ്സാരമായാണ് ഇറാനെ ഇസ്രായേൽ നേരിടുന്നത്. ഇറാനിൽ IDF നടത്തിയ ആദ്യ ആക്രമണത്തിൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഇനി ഇസ്രായേലിൽ ഇറാന്റെ ആക്രമണം നേരിടാനുള്ള ഒരുക്കങ്ങൾ ഇസ്രായേൽ സൈനിക ചീഫ് വിവരിക്കുന്നത് ഇങ്ങനെ: 10,000-കണക്കിന് സൈനികരെ നിരത്തി എല്ലാ അതിർത്തികളിലും തയ്യാറെടുക്കുന്നു. ഇറാനിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ തന്ത്രപ്രധാന മേഖല ആക്രമിക്കാൻ 10 മിനിറ്റ് മാത്രമേ എടുക്കൂ എന്നും തിരിച്ചടികൾ ഒരുക്കി വെച്ചു കഴിഞ്ഞു എന്നും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ പറയുന്നു. ജൂത ജനതയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന ആർക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞങ്ങളെ ഹിറ്റ്ലറും നാസികളും ഇല്ലാതാക്കി, ഇനി ജൂതരെ ഇല്ലാതാക്കാൻ പുതിയ നാസികൾ ഉണ്ടാകാൻ അനുവദിക്കുകയില്ല എന്നും വ്യക്തമാക്കുന്നു. ഈ സമയത്ത് ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് എടുക്കുന്നതാണ് എന്ന് ഉറപ്പാക്കുകയും വേണം. ഇസ്രായേൽ ജനങ്ങളെ എനിക്ക് പൂർണ്ണ വിജയം വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. ഇറാനിയൻ ഭരണകൂടം പ്രതികരണമായി നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും. എന്നിരുന്നാലും അന്തിമ വിജയം നമുക്ക് മാത്രമായിരിക്കുമെന്ന് ഇസ്രായേൽ മിലിറ്ററി ചീഫ് സമീർ പറയുന്നു. ഇറാനെതിരായ ആക്രമണത്തിന് ഞങ്ങൾ വളരെ കാലമായി തയ്യാറെടുത്തതാണ്. അത് വിജയിച്ചു. ഇറാനിൽ നിന്നും ഇനി ആണവ ബോംബ് ഉണ്ടാകില്ല. സ്പഷ്ടവും നിലവിലുള്ളതുമായ ഭീഷണിക്കെതിരെ ഇസ്രായേൽ നടത്തിയ നീക്കം വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.